ായിരുന്നുകൊണ്ട് ഞങ്ങൾക്ക് ഒരുമിച്ച് പ്രാർത്ഥനയിലായിരിക്കാനും കർത്താവെ നിന്നെ മഹത്വപ്പെടുത്തുവാനും നിന്നെ ആരാധിപ്പാനും അങ്ങ് സഹായിക്കുന്നതിനായിട്ട് സ്തോത്രം. കർത്താവെ, ഞങ്ങളുടെ ഈ കൂട്ടായ്മയിൽ, ഞങ്ങളുടെ ഈ ഫെലോഷിപ്പിൽ അവിടുത്തെ സാന്നിധ്യം ഉണ്ടാകണമേ. പ്രത്യേകിച്ച് കർത്താവെ, കടന്നു വരുവാൻ ആഗ്രഹിക്കുന്നവരെ അവിടുന്ന് കൂട്ടിവരുത്തണമേ. ഞങ്ങൾ ഒരുമിച്ച് അങ്ങേ ആരാധിപ്പാൻ സഹായിക്കണം. പ്രത്യേകിച്ച് കർത്താവ്, ഇന്ന് ഈ ശുശ്രൂഷയ്ക്ക് വിവിധ ഭാഗങ്ങൾക്ക് നേതൃത്വം നൽകുന്ന എല്ലാവരെയും ഓർക്കുന്നു. പാട്ടുകൾ പാടുന്നവരെയും വചനം വായിക്കുന്നവരെയും പ്രാർത്ഥിക്കുന്നവരെയും തിരുകരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവരെ ഏൽപ്പിച്ചിരിക്കുന്ന ചുമതലകൾ നിർവഹിപ്പാൻ അവരെ അവിടുന്ന് സഹായിക്കണമേ. കർത്താവെ, അവരുടെ ആവശ്യങ്ങളിലൊക്കെ അവിടുന്ന് കൂടെ. ഞങ്ങളുടെ ഇന്നത്തെ ഈ കൂടിവരവ് അങ്ങേക്ക് ഏറ്റവും പ്രസാദകരമായിരിക്കാനും കർത്താവെ, ഞങ്ങളുടെ വിശ്വാസ ജീവിതത്തിന്റെ കൂടുതൽ ശക്തീകരണത്തിന് മുഖാന്തരമായിരിക്കാനും സഹായിക്കണമേ. അവിടുത്തെ കൃപ കൂടെയിരിക്കണം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഒരിക്കൽ കൂടെ ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന നിങ്ങളെല്ലാവരെയും പ്രത്യേകമായിട്ട് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് പാട്ടുകൾക്ക് നേതൃത്വം നൽകുന്നത് സുജ ബിജു ആണ്. അതിനെ തുടർന്ന് ആലീസ് രാജൻ 52-ാമത്തെ സങ്കീർത്തനം വായിക്കും. സുജ. സുജ കയറിയിട്ടുണ്ടോ? നാൽപ്പത്തിയെട്ടാമത്തെ പാട്ട് പ്രാർത്ഥനാ ഗീതങ്ങളില് 48-ാമത്തെ പാട്ട് ആപത്ത് വേളകളിൽ. ആപത്തുവേളകളിൽ ആനന്ദവേളകളിൽ അകലാത്ത എന്നേശുവേ, അങ്ങയുടെ പാദം കുമ്പിടുന്നു ഞാൻ. അകലാത്ത എന്നേശുവേ, അങ്ങയുടെ പാദം കുമ്പിടുന്നു ഞാൻ. കുശവന്റെ കയ്യിൽ കളിമണ്ണു പോൽ തന്നിടുന്നു എന്നെ തൃക്കരങ്ങളിൽ. കുശവന്റെ കയ്യിൽ കളിമണ്ണു പോൽ തന്നിടുന്നു എന്നെ തൃക്കരങ്ങളിൽ. മെനഞ്ഞിടണമേ, വാർത്തെടുക്കണേ ദിവ്യഹിതം പോലെ ഏഴയാമെന്നെ. മെനഞ്ഞിടണമേ, വാർത്തെടുക്കണേ ദിവ്യഹിതം പോലെ ഏഴയാമെന്നെ. ആപത്തുവേളകളിൽ ആനന്ദവേളകളിൽ അകലാത്ത എന്നേശുവേ, അങ്ങയുടെ പാദം കുമ്പിടുന്നു ഞാൻ. അകലാത്ത എന്നേശുവേ, അങ്ങയുടെ പാദം കുമ്പിടുന്നു ഞാൻ. എനിക്കായി മുറിവേറ്റ തൃക്കരങ്ങൾ എൻ ശിരസിൽ വെച്ചാശീർവാദിക്കണേ. എനിക്കായി മുറിവേറ്റ തൃക്കരങ്ങൾ എൻ ശിരസിൽ വെച്ചാശീർവാദിക്കണേ. അങ്ങയുടെ ആത്മാവിനാലേഴയെ അഭിഷേകം ചെയ്തനുഗ്രഹിക്കണേ. അങ്ങയുടെ ആത്മാവിനാലേഴയെ അഭിഷേകം ചെയ്തനുഗ്രഹിക്കണേ. ആപത്തുവേളകളിൽ ആനന്ദവേളകളിൽ അകലാത്ത എന്നേശുവേ, അങ്ങയുടെ പാദം കുമ്പിടുന്നു ഞാൻ.
അകലാത്ത എന്നേശുവേ. അങ്ങയുടെ പാദം കുമ്പിടുന്നു ഞാൻ, കഷ്ടതയുടെ കൈപ്പുനീരിൻ പാത്രവും അങ്ങു എൻ കരങ്ങളിൽ കുടിപ്പാൻ തന്നാൽ. കഷ്ടതയുടെ കൈപ്പുനീരിൻ പാത്രവും അങ്ങു എൻ കരങ്ങളിൽ കുടിപ്പാൻ തന്നാൽ. ചോദ്യം ചെയ്യാതെ വാങ്ങിപ്പാനം ചെയ്യുവാൻ തിരുകൃപ എന്നിൽ പകരണമേ. ചോദ്യം ചെയ്യാതെ വാങ്ങിപ്പാനം ചെയ്യുവാൻ തിരുകൃപ എന്നിൽ പകരണമേ. ആപത്തുവേളകളിൽ ആനന്ദവേളകളിൽ അകലാത്ത എന്നേശുവേ. അങ്ങയുടെ പാദം കുമ്പിടുന്നു ഞാൻ, അകലാത്ത എന്നേശുവേ. അങ്ങയുടെ പാദം കുമ്പിടുന്നു ഞാൻ. എന്റെ ഹിതം പോലെ നടത്തരുതേ, തിരുഹിതം പോലെ നയിക്കണമേ. എന്റെ ഹിതം പോലെ നടത്തരുതേ, തിരുഹിതം പോലെ നയിക്കണമേ. ജീവിത പാതയിൽ പതറിടാതെ സ്വർഗഭവനത്തിലെത്തുവോളവും. ജീവിത പാതയിൽ പതറിടാതെ സ്വർഗഭവനത്തിൽ എത്തുവോളവും. ആപത്തുവേളകളിൽ ആനന്ദവേളകളിൽ അകലാത്ത എന്നേശുവേ. അങ്ങയുടെ പാദം കുമ്പിടുന്നു ഞാൻ, അകലാത്ത എന്നേശുവേ. അങ്ങയുടെ പാദം കുമ്പിടുന്നു ഞാൻ. സുജ കേറിയിട്ടുണ്ടോ? സുജ സുജ അടുത്ത പാട്ട് പാടിക്കും. ഞാൻ സുജ കയറാൻ വൈകിയപ്പോ ഞാൻ പാടി തുടങ്ങുന്നുള്ളതേ ഉള്ളൂ. പാടിക്കും, നോ പ്രോബ്ലം. ഓക്കെ ഞാൻ 10:30 കൊണ്ടാ വെയിറ്റ് ചെയ്തത്. കുഴപ്പമില്ല, നോ പ്രോബ്ലം, നോ പ്രോബ്ലം, നോ പ്രോബ്ലം. ശ്രദ്ധിച്ചില്ലായിരുന്നത്. പാടിക്കോ, നോ പ്രോബ്ലം. പ്രാർത്ഥനാ ഗീതങ്ങള് 66-ാമത്തെ പാട്ട്. പ്രാർത്ഥനാ ഗീതങ്ങൾ 66. എൻ പ്രിയാ നിൻ പൊൻകരം എന്നെ താങ്ങി നടത്തിയിടുന്നതാൽ എൻ ജീവിത ഭാരങ്ങളാൽ എഴണമോ ഈ പൂവിൽ. എൻ ജീവിത ഭാരങ്ങളാൽ എഴണമോ ഈ പൂവിൽ. എൻ പ്രിയാ നിൻ പൊൻകരം എന്നെ താങ്ങി നടത്തിയിടുന്നതാൽ എൻ ജീവിത ഭാരങ്ങളാൽ എഴണമോ ഈ പൂവിൽ. എൻ വേദന മാറിയിടുമേ, എൻ രോഗങ്ങൾ നീങ്ങിടുമേ. എൻ വേദന മാറിയിടുമേ, എൻ രോഗങ്ങൾ നീങ്ങിടുമേ. അങ്ങേ മാർവിൽ ചാരിടുമ്പോൾ ഞാനെന്തു ഭാഗ്യവാനായി. അങ്ങേ മാർവിൽ ചാരിടുമ്പോൾ ഞാനെന്തു ഭാഗ്യവാനായി. എൻ പ്രിയാ നിൻ പൊൻകരം എന്നെ താങ്ങി നടത്തിയിടുന്നതാൽ
എൻ ജീവിത പരങ്ങളാൽ കേഴണമോ ഈ പൂവിൽ. ഉറ്റവർ കൈവിടും, സ്നേഹിതർ മാറിടും, പെറ്റമ്മയും തള്ളിടുമേ. മാറ്റമില്ല വിശ്വസ്തനെ, നിന്റേതല്ലോ എന്നും ഞാൻ. മാറ്റമില്ല വിശ്വസ്തനെ, നിന്റേതല്ലോ എന്നും ഞാൻ. എൻ പ്രിയ നിൻ പൊൻകരം എന്നെ താങ്ങി നടത്തിയിടുന്നതാൽ എൻ ജീവിത പാരങ്ങളാൽ കേഴണമോ ഈ പൂവിൽ. ജീവിത സാഗരേ പാരങ്ങളാൽ എൻ തോണി വലഞ്ഞിടുമ്പോൾ. ജീവിത സാഗരേ പാരങ്ങളാൽ എൻ തോണി വലഞ്ഞിടുമ്പോൾ. ആമേരക്കാരനായി നിൻ സാന്നിധ്യം എന്നെന്നും മതി എനിക്ക്. ആമേരക്കാരനായി നിൻ സാന്നിധ്യം എന്നെന്നും മതി എനിക്ക്. എൻ പ്രിയ നിൻ പൊൻകരം എന്നെ താങ്ങി നടത്തിയിടുന്നതാൽ എൻ ജീവിത പാരങ്ങളാൽ കേഴണമോ ഈ പൂവിൽ. എൻ ജീവിത പാരങ്ങളാൽ കേഴണമോ ഈ പൂവിൽ. ഓക്കെ, താങ്ക് യു സുജ. താങ്ക് യു അച്ഛാ. ആലീസ് ആന്റി ഉണ്ടോ? ആലീസ് രാജൻ. അച്ഛാ ഒരു മിനിറ്റ്, വീട്ടിൽ അമ്മയ്ക്ക് സുഖമില്ല, അത് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണ്. അമ്മയ്ക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥനയിൽ ഓർക്കണം. ഞാൻ വിളിച്ചിട്ടുണ്ട്, ഞാൻ ആൻസിമാമയോട് സംസാരിച്ചായിരുന്നു ഇന്നലെ. ആന്റിയുടെ പേരെങ്ങനായിരുന്നു? അമ്മിണി കോശി. ഓക്കെ. യെസ്, ഞാൻ ഇന്നലെ സംസാരിച്ചിട്ടുണ്ട്. ഞാൻ ഇന്നലെ വൈകിട്ട് വിജുനെ വിളിച്ചിട്ട് വിജു എടുത്തില്ലായിരുന്നു. ഓക്കെ. ആലീസ് ആന്റി ഉണ്ടോ? ഇന്ന് നേരത്തെ ആയതുകൊണ്ട് എനിക്ക് തോന്നുന്നു 10 മണിക്ക് ആക്കിയത് കൊണ്ട് പലർക്കും പഴയ 10:30 ടൈമിലാന്ന് തോന്നുന്നു പലരും ജോയിൻ ചെയ്യാനിരിക്കും. ഇത് ജോയിൻ ചെയ്ത ആരെങ്കിലും സങ്കീർത്തനം വായിക്കാവോ? 52, സാം 52. അച്ഛാ ഞാൻ വായിക്കട്ടെ? സുഷ. വായിച്ചോ ആന്റി. ഷുവർ പ്ലീസ്. 52-ാം സങ്കീർത്തനം. വീരാ, നീ ദുഷ്ടതയിൽ പ്രശംസിക്കുന്നതെന്ത്? ദൈവത്തിന്റെ ദയ നിരന്തരമാകുന്നു. ചതിവ് ചെയ്യുന്നവനെ മൂർച്ചയുള്ള ക്ഷവരക്കത്തി പോലെ നിന്റെ നാവ് ദുഷ്ടത വകഞ്ഞുണ്ടാക്കുന്നു. നീ നന്മയേക്കാൾ തിന്മയെയും നീതിയെ സംസാരിക്കുന്നതിനേക്കാൾ വ്യാജ്യത്തെയും ഇഷ്ടപ്പെടുന്നു. നീ വഞ്ചന നാവും നാശകരമായ വാക്കുകളൊക്കെയും ഇഷ്ടപ്പെടുന്നു. ദൈവം നിന്നെയും എന്നേക്കും നശിപ്പിക്കും. നിന്റെ കൂടാരത്തിൽ നിന്ന് അവൻ നിന്നെ പറിച്ചു കളയും. ജീവനുള്ളവരുടെ ദേശത്ത് നിന്ന് നിന്നെ നിർമൂലമാക്കും. നീതിമാന്മാർ കണ്ട് ഭയപ്പെടും, അവർ അവനെ ചൊല്ലി ചിരിക്കും. ദൈവത്തെ തന്റെ ശരണമാക്കാതെ തന്റെ ദ്രവ്യ സമൃദ്ധിയിൽ ആശ്രയിക്കുകയും ദുഷ്ടതയിൽ തന്നെത്താൻ ഉറപ്പിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ അതാ എന്ന് പറയും. ഞാനോ ദൈവത്തിന്റെ ആലയത്തിൽ തഴച്ചിരിക്കുന്ന ഒലിവ് വൃക്ഷം പോലെ ആകുന്നു. ഞാൻ ദൈവത്തിന്റെ ദയയിൽ എന്നും എന്നേക്കും ആശ്രയിക്കുന്നു. നീ അത് ചെയ്തിരിക്കൊണ്ട് ഞാൻ നിനക്ക് എന്നും സ്തോത്രം ചെയ്യും. ഞാൻ നിന്റെ നാമത്തിൽ പ്രത്യാശ വയ്ക്കും. നിന്റെ ഭക്തന്മാരുടെ മുൻപാകെ അത് നല്ലതല്ലോ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടാകട്ടെ, ആദ്യെങ്കിലും എപ്പോഴും എന്നേക്കുള്ള പ്രകാരം തന്നെ. ആമേൻ. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായിട്ട് നമുക്ക് അല്പ സമയം
നമ്മുടെ ഹൃദയങ്ങളെയും മനസ്സുകളെയും ദൈവസന്നിധിയിൽ ഏകാഗ്രമാക്കാം. വീണ്ടും ഒരു പ്രാവശ്യം കൂടെ നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ കൂടി വരുവാൻ ദൈവം നമ്മെ സഹായിച്ചതിനായിട്ട് സ്തോത്രം ചെയ്യാം. കഴിഞ്ഞ നാളുകളിലൊക്കെ ദൈവം നമ്മെ നടത്തുകയും നമ്മെ പരിപാലിക്കുകയും ചെയ്തല്ലോ. ഇപ്പോഴും ദൈവത്തിന്റെ കൃപയും ദൈവത്തിന്റെ കരുണയും അനുഭവിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യാം. നമ്മുടെ ആയുസ്സിനായി, നമ്മുടെ ആരോഗ്യത്തിനായി, നമ്മുടെ ജീവിതത്തിനായി, ചുറ്റുപാടുകൾക്കായിട്ടൊക്കെ സ്തോത്രം ചെയ്യാം. ഒരുപക്ഷെ പലപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെയോ നമ്മൾ ചിന്തിക്കുന്നത് പോലെയോ അല്ല നമ്മുടെ ചുറ്റുപാടുകളും നമ്മുടെ സാഹചര്യങ്ങളും. എങ്കിലും അതിൻ്റെയൊക്കെ മധ്യത്തിലും നമുക്ക് മുൻപോട്ട് പോകുവാൻ ദൈവം നമ്മെ സഹായിക്കുന്നു. നമ്മുടെ എല്ലാ ജീവിത സാഹചര്യങ്ങളെയും ദൈവ കരങ്ങളിൽ ഏൽപ്പിക്കാം. നമ്മുടെ ഭാരങ്ങൾ, നമ്മുടെ പ്രയാസങ്ങൾ, നമ്മുടെ ദുഃഖങ്ങൾ, നമ്മുടെ സങ്കടങ്ങളെല്ലാം നമുക്ക് ഓർക്കാം. അതിലൊക്കെ ഉപരിയായി ദൈവം നമ്മുടെ ജീവിതത്തിൽ നൽകിയിരിക്കുന്ന നന്മകളെ നമുക്ക് ഓർക്കാം. പലപ്പോഴും ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന നന്മകളിൽ സന്തോഷിക്കുവാൻ നമുക്ക് കഴിയാതെ പോകുന്നുണ്ട്. ഒരുപാട് സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നിട്ടും നമുക്ക് മാനസികമായ സമാധാനവും സന്തോഷവും അനുഭവിപ്പാൻ കഴിയാതെ പോകുന്നുണ്ട്. നമ്മുടെ എല്ലാ ജീവിത സാഹചര്യങ്ങളെയും നമുക്ക് ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിതങ്ങളെ ദൈവം തുടർന്നും അനുഗ്രഹിച്ച് സമാധാനത്തോടെ സന്തോഷത്തോടെ മുൻപോട്ട് പോകുവാൻ കർത്താവ് ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ സഭയെ ദൈവകരങ്ങളിലേക്ക് നമുക്ക് ഏൽപ്പിക്കാം. കഴിഞ്ഞ നാളുകളിൽ സഭയെ ദൈവം അനുഗ്രഹീതമായി നടത്തിക്കൊണ്ടിരിക്കുന്നല്ലോ. ഈ നാളുകളിലും ദൈവത്തിന്റെ കൃപ നമ്മോട് കൂടെ ഇരിക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യാം. നമ്മുടെ സഭയിലെ എല്ലാ ശുശ്രൂഷകളെയും നമുക്ക് ഓർക്കാം. നമ്മുടെ ആരാധനകൾ, നമ്മുടെ സംഘടനകളുടെ പ്രവർത്തനങ്ങൾ, നമ്മുടെ ഏരിയ പ്രാർത്ഥനകൾ എല്ലാം നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. നമ്മുടെ എല്ലാ ആരാധനകളിലും കൂട്ടായ്മകളിലും കർത്താവിന്റെ സാന്നിധ്യം അനുഭവിപ്പാൻ ഇടയാകണമെന്ന് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് നമ്മുടെ സംഘടനകളുടെ നേതൃത്വത്തിൽ നടക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളെയും ഓർക്കാം. നമ്മുടെ കോട്ടേജ് പ്രയറുകളൊക്കെ ദീർഘനാളുകളായിട്ട് നിന്ന് നടക്കാതിരിക്കുകയാണ്. നമ്മുടെ കോട്ടേജ് പ്രയറുകളൊക്കെ പുനരാരംഭിക്കുവാനും പ്രാർത്ഥനകളൊക്കെ പുനരാരംഭിക്കുവാനും കർത്താവ് സഹായിക്കണമേ. നമ്മുടെ ഏരിയ പ്രയറുകളൊക്കെ കൂടുതൽ സജീവമാകുവാൻ ദൈവം ഇടയാക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മുടെ സഭയിലെ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകുന്ന എല്ലാ സംഘടനകളെയും ഓർക്കാം. സൺഡേ സ്കൂളിന് വേണ്ടി പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ഈ മാസം അവസാനം VBS നടത്തുവാനായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നു. അതിൻ്റെ എല്ലാ ക്രമീകരണങ്ങളിലും ദൈവത്തിന്റെ സാന്നിധ്യം ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കാം. ഗായക സംഘത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഗായക സംഘത്തിന്റെ ശുശ്രൂഷകൾ സഭയുടെ ആരാധനയ്ക്ക് അനുഗ്രഹമാകുവാൻ ദൈവം ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. യുവജന പ്രസ്ഥാനത്തെ ഓർക്കാം. നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം ഒരുമിപ്പിച്ച് സഭയുടെ വളർച്ചയ്ക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ അവരെ ദൈവം ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. യങ് കപ്പിൾസ് ഫെലോഷിപ്പിന് വേണ്ടി പ്രാർത്ഥിക്കാം. അവരുടെയും ഈ വർഷത്തെ പ്രവർത്തനങ്ങളിലൊക്കെ ദൈവത്തിന്റെ വലിയ കൃപ കൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. വിമൻസ് ഫെലോഷിപ്പിന് വേണ്ടി പ്രാർത്ഥിക്കാം. അതിന്റെ എല്ലാ പ്രവർത്തനങ്ങളെയും ഓർക്കാം. പ്രത്യേകിച്ച് ഈ ഞായറാഴ്ച നടക്കുന്ന അവരുടെ പരിപാടികളിലൊക്കെ ദൈവത്തിന്റെ കൃപ കൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ലേറ്റി ഫെലോഷിപ്പിന് വേണ്ടി പ്രാർത്ഥിക്കാം. അതിൽ അംഗങ്ങളായിരിക്കുന്നവരൊക്കെ സംഘടനയെ മുൻപോട്ട് നയിപ്പാൻ അവരെ ദൈവം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കും.
നമ്മുടെ പാസ്റ്ററേറ്റ് കമ്മിറ്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് നമ്മുടെ BHEL ഹൈടെക് സിറ്റി മിയാപൂർ ഏരിയയിലുള്ള സാറ്റലൈറ്റ് ആരാധനയുടെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ടും ആ കൂട്ടായ്മ കൂടുതൽ ശക്തിപ്പെട്ട് അവിടെയുള്ള കുടുംബങ്ങൾക്കും മറ്റുള്ളവർക്കുമൊക്കെ ആ ആരാധന അനുഗ്രഹമായി തീരുവാൻ കർത്താവ് സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ സഭയിലെ എല്ലാ കുടുംബങ്ങളെയും നമുക്ക് ഓർക്കാം. ദൈവം നമ്മളെ അനുഗ്രഹിച്ചിരിക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യാം. പ്രത്യേകിച്ച് നമ്മുടെ സഭയിലെ എല്ലാ സീനിയേഴ്സിനെയും മുതിർന്നവരെയും പ്രായമായവരെയും ഓർത്ത് പ്രാർത്ഥിക്കാം. അവർക്കൊക്കെ വേണ്ട ആരോഗ്യവും ബലവും ഒക്കെ ദൈവം നൽകണമെന്ന് പ്രാർത്ഥിക്കാം. തങ്കമ്മ കോശി ആന്റിയെ ഓർക്കാം. KC ചെറിയാനങ്കിളിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഓമന ആന്റിയെ ഓർക്കാം. സാലി അലക്സ് ആന്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. തോമസ് ജോൺ അങ്കിളിനെ ഓർക്കാം. മേരി ജോൺ ആന്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. സാറാമ്മ കുര്യൻ ആന്റിയെ ഓർക്കാം. ജെസ്സി തോമസ് ആന്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. തങ്കം എഡ്വിൻ ആന്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. രമണി ആന്റിയെ പ്രാർത്ഥനയിൽ ഓർക്കാം. അന്നമ്മ ഉമ്മൻ ആന്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അന്നമ്മ കോശി ആന്റിയെ ഓർക്കാം. അന്നമ്മ ജോൺ ആന്റിയെ ഓർക്കാം. ഇവരെല്ലാവരെയും ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. പ്രത്യേകിച്ച് ജേക്കബ് അങ്കിളിനെയും അന്നമ്മ ആന്റിയെയും ഓർത്ത് പ്രാർത്ഥിക്കാം. ലില്ലി ആന്റിയെയും കുരുവിള അങ്കിളിനെയും പ്രാർത്ഥനയിൽ ഓർക്കാം. സുശീല ആന്റിയെയും രഞ്ജിത്ത് അങ്കിളിനെയും പ്രാർത്ഥനയിൽ ഓർക്കാം. ചാച്ചിയമ്മ ആന്റിയെയും ഫിലിപ്പ് അങ്കിളിനെയും ഓർത്ത് പ്രാർത്ഥിക്കാം. ലിസി ആന്റിയെയും ഷമലൂട്ടി അങ്കിളിനെയും പ്രാർത്ഥനയിൽ ഓർക്കാം. ലിസി ആന്റിയെയും AC എബ്രഹാം അങ്കിളിനെയും പ്രാർത്ഥനയിൽ ഓർക്കാം. പുഷ്പ ആന്റിയെയും ഡോക്ടർ അങ്കിളിനെയും പ്രാർത്ഥനയിൽ ഓർക്കാം. പ്രത്യേകിച്ച് ഡോക്ടർ അങ്കിളിന് വേണ്ടി പ്രാർത്ഥിക്കാം. പ്രിയദാസനോട് ദൈവം മനസ്സലിവ് തോന്നണമേ, കൃപ തോന്നണമേ, കുടുംബത്തെ ദൈവം ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കാം. നാട്ടിലായിരിക്കുന്ന രാജൻ ജോൺ അങ്കിളിന് വേണ്ടി പ്രാർത്ഥിക്കാം. ആലീസ് ആന്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. മറിയാമ്മ എബ്രഹാം ആന്റിയെ പ്രാർത്ഥനയിൽ ഓർക്കാം. ട്രീറ്റ്മെന്റ്സിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ നമുക്ക് പ്രത്യേകം ഓർക്കാം. പ്രത്യേകിച്ച് ജബി അങ്കിളിന് വേണ്ടി പ്രാർത്ഥിക്കാം. ദൈവം പ്രിയദാസന് വേണ്ട ബലവും കൃപയും കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ഷിബുച്ചാനെ പ്രാർത്ഥനയിൽ ഓർക്കാം. ഡയാലിസിസ് നടന്നുകൊണ്ടിരിക്കുന്നല്ലോ. പ്രിയ ദാസന് വേണ്ട ദൈവകൃപയും ആരോഗ്യവും നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം. ഇപ്പോൾ പേര് പറഞ്ഞ ബിജുവിന്റെയും അൻസിയാൻ അമ്മാമ്മയുടെയും മാതാവിന് അമ്മണി ആന്റിയെ ഓർത്ത് പ്രാർത്ഥിക്കാൻ നാട്ടിൽ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ആശുപത്രിയിൽ അഡ്മിറ്റാണ്. പ്രിയ മാതാവിന്റെ പൂർണ്ണമായ സൗഖ്യത്തിന് വേണ്ടിയിട്ട്, ആരോഗ്യത്തിന് വേണ്ടിയിട്ട് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. അങ്ങനെ നമ്മുടെ അറിവിൽപ്പെട്ടിട്ടുള്ള എല്ലാ പ്രിയപ്പെട്ടവരെയും നമുക്ക് പ്രാർത്ഥനയിൽ ഓർക്കാം. പനിയുടെ പ്രയാസത്താല് മറ്റ് ശാരീരികമായ ബുദ്ധിമുട്ടുകളാലൊക്കെ ഭാരപ്പെടുന്ന എല്ലാവരെയും നമുക്ക് ഓർക്കാം. നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം നമുക്ക് ഓർക്കാം. പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്കൊക്കെ വേണ്ട ബുദ്ധിയും വിവേകവും ദൈവം നൽകണമേ എന്ന് പ്രാർത്ഥന. പ്രത്യേകിച്ച് 10ാം ക്ലാസ്സിലും 12ാം ക്ലാസ്സിലും പഠിക്കുന്ന കുഞ്ഞുങ്ങളെ ഓർക്കാം. ഡിഗ്രി വിദ്യാഭ്യാസം ചെയ്യുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പഠനവുമായി ബന്ധപ്പെട്ട് പല സിറ്റികളിലൊക്കെ ആയിരിക്കുന്നവരും ഹൈദരാബാദിലായിരിക്കുന്നവരും ഒക്കെ നമുക്ക് ഓർക്കാം. വെളിയിലായിരിക്കുന്ന കുഞ്ഞുങ്ങളെ ഓർക്കാം. ദൈവം അവരെ എല്ലാം അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കും. പഠനമൊക്കെ കഴിഞ്ഞ് ജോലിക്ക് വേണ്ടിയിട്ട് പരിശ്രമിക്കുന്ന കുഞ്ഞുങ്ങളെ ഓർക്കാം. ദൈവം അവർക്ക് നല്ല ഉപജീവന മാർഗങ്ങളെ നൽകണമേ എന്ന് പ്രാർത്ഥിക്കും. അതുപോലെ തന്നെ ജോലിയില്ലാതെ നമ്മുടെ അറിവിൽപ്പെട്ടവരെ ഭാരപ്പെടുന്ന പ്രിയപ്പെട്ടവരെ നമുക്ക് ഓർക്കാൻ. ദൈവം നല്ല ഉപജീവന മാർഗങ്ങൾ നൽകി അവരെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കും. വിവാഹപ്രായമെത്തിയ കുഞ്ഞുങ്ങളെ നമുക്ക് ഓർക്കാം. തക്കതായ ജീവിത പങ്കാളികളെ ദൈവം അവർക്ക് ഒരുക്കി കൊടുക്കണമേ, അവരെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കും. ഡിവോഴ്സ്ഡ് ആയിട്ടുള്ള സിംഗിൾ ആയിട്ടുള്ള കുഞ്ഞുങ്ങളെ പ്രത്യേകം ഓർക്കാൻ. ദൈവം
അവർക്ക് വേണ്ട ബലവും കൃപയും നൽകി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. യങ് കപ്പിൾസിനെ എല്ലാം ഓർക്കാം. അവരുടെ ജോലി കാര്യങ്ങൾ, കുടുംബജീവിതം, കുഞ്ഞുങ്ങളുടെ പരിപാലനം, വളർച്ച എല്ലാം അനുഗ്രഹീതമായിരിക്കാൻ കർത്താവ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കും. പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളില്ലാത്ത കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ദൈവം തലമുറകളെ അവർക്ക് നൽകി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കും. കുടുംബജീവിതത്തിലെ ഏതെങ്കിലുമൊക്കെ തരത്തില് പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ പ്രശ്നങ്ങളോ നേരിടുന്ന പ്രിയപ്പെട്ടവരുണ്ടെങ്കിൽ അവരെ പ്രത്യേകം ഓർക്കാം. മദ്യപാനത്തിന്റെ പ്രയാസം, അതുപോലെ തന്നെ മറ്റ് ബുദ്ധിമുട്ടുകളും ഒക്കെ അനുഭവിക്കുന്ന കുടുംബങ്ങളുണ്ട്. അവരെ എല്ലാം നമുക്ക് ഓർക്കാം. ദൈവം അവരെ ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രിയപ്പെട്ടവരെ, അടുത്തും അകലെയുമായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും നമുക്ക് ഓർക്കാം. നമ്മുടെ കുഞ്ഞുങ്ങളുണ്ട്, നമ്മുടെ മാതാപിതാക്കളുണ്ട്, സഹോദരങ്ങളുണ്ട്, പല സ്ഥലങ്ങളിലും വിദേശത്തും സ്വദേശത്തുമായിട്ടൊക്കെ ഉണ്ട്. ദൈവം അവരെ നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. ദൈവം അവരെ ആക്കിയിരിക്കുന്ന ഇടത്ത് ദൈവം അവരെ ബലപ്പെടുത്തണമേ, അവരുടെ ആവശ്യങ്ങളിൽ കൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കും. ഏതെങ്കിലും തരത്തില് പ്രയാസങ്ങളോ ദുഃഖങ്ങളോ അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ അവരെ പ്രത്യേകം ദൈവകരങ്ങളിലേക്ക് നമുക്ക് ഫലമേൽപ്പിക്കാം. നമ്മളോട് പ്രാർത്ഥന ആവശ്യപ്പെട്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ നമുക്ക് ഓർക്കാം. ഭവനമില്ലാത്ത പ്രിയപ്പെട്ടവരെ നമുക്ക് പ്രാർത്ഥനയിൽ ഓർക്കാം. ദീർഘവർഷങ്ങളായിട്ട് ഹൈദരാബാദിൽ വന്നിട്ടും സ്വന്തമായിട്ടൊരു ഭവനം ഇവിടെയോ നാട്ടിലോ സ്വന്തമായിട്ട് ഭവനമില്ലാതെ ഭവനത്തിന് വേണ്ടി ആഗ്രഹിക്കുന്ന നമ്മുടെ പ്രിയ സഹോദരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ. ദൈവം അവർക്ക് അനുഗ്രഹിക്കപ്പെട്ട ഭവനങ്ങളെ ഒരുക്കി നൽകണമേ എന്ന് പ്രാർത്ഥിക്കും. സ്വന്തമായിട്ട് വാഹനങ്ങൾ ഇല്ലാത്തവരുണ്ടാവാം, 4 വീലേഴ്സോ ഒക്കെ ഇല്ലാത്തവരുണ്ടാവാം. ഹൈദരാബാദിന്റെ ക്ലൈമറ്റിലെ സാഹചര്യത്തില് അതിനു വേണ്ടിയിട്ടൊക്കെ ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ടവരെ നമുക്ക് ഓർക്കാൻ. ദൈവം അവരുടെ ആഗ്രഹങ്ങളെ മാനിച്ച് നല്ല വാഹനങ്ങളൊക്കെ ദൈവം നൽകണമേ എന്ന് പ്രാർത്ഥിക്കും. നമ്മുടെ വ്യക്തിപരമായ ആവശ്യങ്ങളെ, നമ്മുടെ അറിവിൽപ്പെട്ട ആവശ്യങ്ങളെല്ലാം ഒരിക്കൽ കൂടെ നമുക്ക് ഫലമേൽപ്പിക്കും. പ്രത്യേകിച്ച് നമ്മുടെ രാജ്യത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഭരണകർത്താക്കളെ ഓർക്കാം, എല്ലാ സാമൂഹിക സംവിധാനങ്ങളെയും ഓർക്കാം. നമ്മുടെ രാജ്യത്തിലെ വിവിധങ്ങളായ ജനവിഭാഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് കഷ്ടപ്പെടുന്നവര്, താഴ്ത്തപ്പെട്ടവര്, തിരസ്കരിക്കപ്പെട്ടവരായിട്ടുള്ള സമൂഹങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മുടെ രാജ്യത്ത് ശാന്തിയും സമാധാനവും ഒക്കെ ഉണ്ടാകുവാൻ, വർഗീയ കലാപങ്ങളോ സംഘർഷങ്ങളോ ഒന്നും കൂടാതെ നമ്മുടെ രാജ്യം പുരോഗതിയിലേക്ക് പോകുവാൻ കർത്താവ് ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കും. നമ്മുടെ സഭകളെ, എല്ലാ ക്രൈസ്തവ സഭകളെയും ഓർക്കാം. സഭകളെയൊക്കെ ദൈവം അനുഗ്രഹിച്ച് ആശീർവദിച്ച്, ദൈവം എന്തിനായി സഭകളെ ലോകത്തിലാക്കിയിരിക്കുന്ന ശുശ്രൂഷകൾ നിർവഹിപ്പാൻ അവരെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കാം. എല്ലാ ബിഷപ്പന്മാർക്ക് വേണ്ടിയിട്ടും, പട്ടത്ത സമൂഹത്തിന് വേണ്ടിയിട്ടും, സിസ്റ്റേഴ്സിന് വേണ്ടിയിട്ടും, സന്നദ്ധ സുവിശേഷ പ്രവർത്തകർക്ക് വേണ്ടിയിട്ടും, മിഷണറിമാർക്ക് വേണ്ടിയിട്ടും നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ മിഷൻ പ്രവർത്തനങ്ങളെയും മിഷണറിമാരെയും ഓർക്കാം. പ്രത്യേകിച്ച് വടക്കേന്ത്യയിലൊക്കെ പലവിധമായ പ്രതികൂലങ്ങളുടെ ഒക്കെ മധ്യത്തിൽ ശുശ്രൂഷ ചെയ്യുന്നവരെ ഓർക്കാം. വടക്കേന്ത്യയിൽ മാത്രമല്ല, തെക്കേന്ത്യയിലും കേരളത്തിലുമൊക്കെ പാവപ്പെട്ട സുവിശേഷ പ്രവർത്തകർ ആക്രമിക്കപ്പെടുന്നുണ്ട്. സുവിശേഷത്തോടൊപ്പം ലഹരിക്ക് എതിരായും ജീവിതത്തിന്റെ വിശുദ്ധിക്കായിട്ടും ഒക്കെ വേണ്ടി പ്രവർത്തിക്കുന്ന പലരും ഈ നാളുകളിലൊക്കെ പലയിടങ്ങളിലായിട്ട് ആക്രമിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അവരെയൊക്കെ നമുക്ക് ഓർക്കാം. ദൈവം അവരുടെ ശുശ്രൂഷകളൊക്കെ മാനിക്കണമേ, കൂടുതൽ ബലത്തോടെ കർത്താവിനെ ശുശ്രൂഷിപ്പാൻ അവരെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കും. CSS സഭയ്ക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കും. സഭ ദർശനമുള്ള സഭയായി, സുവിശേഷ സഭയായി, മിഷണറി സഭയായി ലോകത്തിന്റെ വിടുതലിന് വേണ്ടി, വീണ്ടെടുപ്പിന് വേണ്ടി പ്രവർത്തിപ്പാൻ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കും. പ്രത്യേകിച്ച് ലോക സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. ലോകമെമ്പാടും പലയിടങ്ങളിലുമൊക്കെ
യുദ്ധങ്ങളും അക്രമങ്ങളും ബോംബിങ്ങും ഒക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. പ്രത്യേകിച്ച് ഇസ്രായേൽ പലസ്തീൻ സംഘർഷത്തെ ഓർക്കാം. അത് കൂടുതൽ ഇടങ്ങളിലേക്ക് വ്യാപിക്കാതെ ശാശ്വതമായ സമാധാനവും ശാന്തിയും ഉണ്ടാകുവാൻ കർത്താവ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കാം. റഷ്യ ഉക്രൈൻ വാർ, അതുപോലെ തന്നെ പല പാശ്ചാത്യ രാജ്യങ്ങളിലും കുടിയേറ്റക്കാർക്കെതിരെ മൈഗ്രൻസിനെതിരെയുള്ള വലിയ പ്രതിഷേധങ്ങളൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെയൊക്കെ പ്രിയപ്പെട്ടവർ പലരും UK-യിലും അയർലൻഡിലും ഓസ്ട്രേലിയയിലും ഒക്കെ ഉണ്ട്. അവിടെയൊക്കെ വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ദൈവം അവിടെ ആയിരിക്കണം നമ്മുടെ പ്രിയ സഹോദരങ്ങളെ കാക്കണമെന്ന് പ്രാർത്ഥിക്കാം. ഓരോ രാജ്യത്ത് ചെന്ന് അവിടുത്തെ രാജ്യത്തെ നിയമങ്ങളും സംസ്കാരങ്ങളും ഒക്കെ മനസ്സിലാക്കി ജീവിക്കുവാൻ അവരെ ഒരുക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ വിഷയങ്ങളെയും നമുക്ക് ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. നമ്മുടെ വ്യക്തിപരമായ ആവശ്യങ്ങളെ നമുക്ക് ഓർക്കാം. നമ്മുടെ ഭാരങ്ങളെയും പ്രയാസങ്ങളെയും സമർപ്പിക്കാം. വിഷയങ്ങളെല്ലാം സമർപ്പിച്ചുകൊണ്ട് ഇപ്പോൾ ചാച്ചിയമ്മ ആന്റി പ്രാർത്ഥിക്കും. ഹലോ, കേൾക്കാം ആന്റി, കേൾക്കാം. ശരി അച്ഛ. പരിശുദ്ധനും നിത്യനുമായ ഞങ്ങളുടെ സ്വർഗസ്വ പിതാവേ, ഈ രാവിലെ സമയത്ത് ഞങ്ങൾക്ക് ഒന്നിച്ചു കൂടുവാനും അങ്ങയെ സ്തുതിപ്പാനും മഹത്വപ്പെടുത്തുവാനുമായ ഒരു അവസരം കിട്ടിയതിനായി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അപ്പച്ച, ഞങ്ങളോട് കൂടെ ഇരിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു കർത്താവേ. ഞങ്ങളെ, ഞങ്ങളുടെ കുഞ്ഞുങ്ങള്, ഞങ്ങളുടെ പള്ളിയിലുള്ള എല്ലാ മെമ്പേഴ്സും, അവരുടെ വേണ്ടപ്പെട്ടവർ എല്ലാവരെയും കർത്താവെ അവിടുത്തെ ചിറയും കീഴെ മറച്ചു കൊള്ളണമേ എന്ന് അപേക്ഷിക്കുന്നു കർത്താവെ. ആപത്തപകടങ്ങൾ കൂടാതെ ഓരോ ദിവസവും കർത്താവെ അടിയങ്ങളെ മുമ്പോട്ട് നയിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ പള്ളിയിലുള്ള എല്ലാ മെമ്പേഴ്സിനു വേണ്ടിയും പ്രാർത്ഥിക്കുന്നു കർത്താവെ. പ്രത്യേകിച്ച് സുജയുടെ അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവെ. പെട്ടെന്നൊരു വിടുതൽ കൊടുത്ത് കർത്താവെ ഭവനത്തിലേക്ക് തിരിച്ചു വരുവാൻ അവിടുന്ന് ഇടയാക്കണമേ എന്ന് അപേക്ഷിക്കുന്നു കർത്താവെ. രോഗികളായി കഴിയുന്ന എല്ലാ ആൾക്കാർക്ക് വേണ്ടി അപേക്ഷിക്കുന്നു കർത്താവെ. പേരറിയില്ല കർത്താവെ, എങ്കിലും അങ്ങ് എല്ലാവരെയും സുഖപ്പെടുത്തണമേ, സൗഖ്യം കൊടുക്കണമേ എന്ന് അപേക്ഷിക്കുന്നു കർത്താവെ. നീ അവരോട് കൂടെ ഇരിക്കണമേ. ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിരിക്കുന്ന വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഡയാലിസിസിലെല്ലാം അങ്ങ് കൂടെ ഇരിക്കണമേ. ഒരു സൗഖ്യം കൊടുത്ത് തിരിച്ച് ഭവനത്തിലേക്ക് അയക്കണമേ എന്ന് അപേക്ഷിക്കുന്നു കർത്താവെ. ഞങ്ങളെയും ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും എല്ലാം ദൈവസ്നേഹത്താൽ നിറയ്ക്കണമേ. അച്ഛനെയും കുടുംബത്തെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. മോക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു കർത്താവെ. അവിടുത്തെ കാവല് കരുതൽ നൽകി കുഞ്ഞിനെ കാത്തുകൊള്ളണമേ എന്ന് അപേക്ഷിക്കുന്നു കർത്താവെ. അങ്ങയുടെ കരുണയിൽ ഞങ്ങളെ എല്ലാവരെയും ചേർത്ത് നിർത്തണമേ കർത്താവെ. പള്ളിയിലെ എല്ലാ ഡിവിഷനെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. വിമൻസ് ഫെലോഷിപ്പിന്റെ സെയിൽ സൺഡേയിലുണ്ട് കർത്താവെ. എല്ലാ കാര്യങ്ങളും ഭംഗിയായി നടന്നു കിട്ടുവാൻ അവിടുന്ന് സഹായിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു കർത്താവെ. അതിലെ മെമ്പേഴ്സ് എല്ലാം കർത്താവെ അതിൽ പങ്കെടുക്കുവാനും അനുഗ്രഹങ്ങളെ പ്രാപിക്കുവാനും തക്കവണ്ണം കർത്താവെ അവിടുന്ന് സഹായിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു കർത്താവെ. നീ ഞങ്ങളുടെ നല്ല ദൈവമാവുന്നു. അങ്ങയുടെ വഴി കൂടി ഞങ്ങളെ നടത്തണമേ എന്ന് അപേക്ഷിക്കുന്നു കർത്താവെ. കുഞ്ഞുങ്ങളെ എല്ലാം കർത്താവെ അവിടുത്തെ ചിറയും കീഴെ മറച്ചു കൊള്ളണമേ എന്ന് അപേക്ഷിക്കുന്നു. പഠിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളെയും കർത്താവെ താങ്ങി നടത്തണമേ. അവരുടെ ബുദ്ധിയിലും അവരുടെ ഓർമ്മയിലും എല്ലാം കർത്താവെ അവിടുത്തെ സ്നേഹം നിറച്ചു കൊടുക്കണമേ എന്ന് അപേക്ഷിക്കുന്നു കർത്താവെ. നന്നായി പഠിക്കുവാനും നല്ല മാർക്ക് മേടിക്കുവാനും അവരെന്നെ സഹായിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. അവർക്ക് താങ്ങും തണലുമായിരിക്കണമേ കർത്താവെ. അവരെ ഓർത്ത് ബുദ്ധിമുട്ടും പ്രയാസം അനുഭവിക്കുന്ന മാതാപിതാക്കൾക്ക് വേണ്ടിയും കർത്താവെ പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും അവിടുത്തെ ചിറയും കീഴെ മറച്ചു കൊള്ളണമേ. അങ്ങയുടെ സമാധാനത്തല്ല എല്ലാവരെയും നിറയ്ക്കണമേ എന്ന് അപേക്ഷിക്കുന്നു കർത്താവെ. കുഞ്ഞുങ്ങളെല്ലാവരും ദൈവകൃപയിൽ വളരുവാൻ അവിടുന്ന് സഹായിക്കണമേ കർത്താവെ. അങ്ങയുടെ വഴിയിൽ കൂടി അവരെ നടത്തണമേ എന്ന് അപേക്ഷിക്കുന്നു കർത്താവെ. യങ് കപ്പിൾസിന് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു കർത്താവെ. പള്ളിയിലെ പ്രായമായിരിക്കുന്നവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു കർത്താവെ. കർത്താവെ, പള്ളിയിലെ കാര്യങ്ങളെല്ലാം ഭംഗിയായി നടന്നു കിട്ടുവാൻ കർത്താവെ അതിലെ മെമ്പേഴ്സിനെയും അതിൻ്റെ കമ്മിറ്റിക്കാരെ എല്ലാവരെയും കർത്താവെ അവിടുന്ന് സഹായിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു കർത്താവെ.
രോഗത്തിലായിരിക്കുന്ന എല്ലാ ആൾക്കാർക്ക് വേണ്ടിയാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവെ. അവരുടെ ആവശ്യങ്ങളിലെല്ലാം അവിടുന്ന് കൂടെ ഇരിക്കണമേ എന്ന് അപേക്ഷിക്കുന്ന കർത്താവെ. സൺഡേ നടക്കുന്ന വുമൻസ് ഫെലോഷിപ്പിന്റെ സെയിലിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവെ. എല്ലാ അംഗങ്ങളും അതിൽ നന്നായി പങ്കെടുക്കുവാൻ തക്കവണ്ണം അവിടുന്ന് സഹായിക്കണമേ. പങ്കെടുക്കുന്ന എല്ലാവരെയും കർത്താവെ അവിടുന്ന് അനുഗ്രഹിക്കണമേ, സഹായിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. രോഗികളായി കഴിയുന്ന എല്ലാവരെയും കർത്താവെ അവിടുന്ന് സുഖപ്പെടുത്തണമേ, ആശ്വാസം നൽകണമേ എന്ന് അപേക്ഷിക്കുന്നു കർത്താവെ. ലോകത്ത് നടക്കുന്ന എല്ലാ ബുദ്ധിമുട്ടുകൾ കർത്താവെ, യുദ്ധത്തിന്റെ ശ്രുതികൾ എല്ലാം നടക്കുന്നുണ്ട് കർത്താവെ. അവിടുന്ന് കരുണ തോന്നി അതെല്ലാം നിർത്തലാക്കണമേ എന്ന് അപേക്ഷിക്കുന്ന കർത്താവെ. ലോകത്ത് സമാധാനം കൊടുക്കണമേ എന്ന് അപേക്ഷിക്കുന്ന കർത്താവെ. എല്ലാ മനുഷ്യരും സമാധാനത്തോടും സന്തോഷത്തോടും കൂടെ ജീവിക്കുവാൻ തക്കവണ്ണം കർത്താവെ അവിടുന്ന് സഹായിക്കണമേ. അങ്ങേ വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരെയും കർത്താവെ അവിടുത്തെ ചിറയും കീഴെ മറച്ചു കൊള്ളണമേ എന്ന് അപേക്ഷിക്കുന്ന കർത്താവെ. ലോകം മുഴുവനും ഒരു ജാതിയായി അങ്ങയുടെ കീഴിലായി അങ്ങയെ സ്തുതിച്ച് സ്തോത്രം ചെയ്ത് ജീവിക്കുവാൻ സഹായിക്കണമേ എന്ന് അപേക്ഷിക്കുന്ന കർത്താവെ. രോഗികളായി കഴിയുന്ന എല്ലാവരെയും കർത്താവെ അവിടുന്ന് താങ്ങി നടത്തണമേ എന്ന് അപേക്ഷിക്കുന്ന കർത്താവെ. കുഞ്ഞുങ്ങളെ എല്ലാം പ്രത്യേകമായി സമർപ്പിക്കുന്ന കർത്താവെ. അങ്ങയുടെ വഴി കൂടി നടത്തണമേ എന്ന് അപേക്ഷിക്കുന്ന കർത്താവെ. എല്ലാവരും ദൈവഭക്തിയിലും സ്നേഹത്തിലും വളർന്ന് ജീവിക്കുവാൻ സഹായിക്കണമേ. പരസ്പര വിശ്വാസവും സ്നേഹവും എല്ലാവർക്കും കൂടുതലായി നൽകണമേ കർത്താവെ. ഈ പ്രാർത്ഥനയെ പങ്കെടുക്കുന്ന എല്ലാവരെയും സഹായിക്കണമേ, അനുഗ്രഹിക്കണമേ എന്ന് അപേക്ഷിക്കുന്ന കർത്താവെ. എല്ലാവരോടും കൂടെ ആയിരിക്കണം. രോഗികളായി കഴിയുന്നവർക്കൊക്കെയും കർത്താവെ സൗഖ്യം കൊടുക്കണമേ എന്ന് അപേക്ഷിക്കുന്ന കർത്താവെ. ഞങ്ങളുടെ പള്ളിയുടെ ചുറ്റുവട്ടങ്ങളിൽ താമസിക്കുന്നവരെയും കർത്താവെ സഹായിക്കണമേ, അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഈ സൺഡേ പള്ളിയിൽ വരുന്ന എല്ലാവരെയും കർത്താവെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. സെയില് നന്നായും ഭംഗിയായി നടന്നു കിട്ടുവാൻ അവിടുന്ന് സഹായിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു കർത്താവെ. അങ്ങേ ഞങ്ങളുടെ നാഥനാണ്, രക്ഷകനാണ് കർത്താവെ. അങ്ങയുടെ സഹായമില്ലാതെ ഞങ്ങൾക്കൊന്നും ചെയ്യുവാൻ കഴിയുകയില്ല കർത്താവെ. പാപികളും ദ്രോഹികളുമാവുന്ന കർത്താവെ, എങ്കിലും അങ്ങയുടെ കരുണയുടെയും കൃപയുടെയും ബഹുത്വത്താൽ ഞങ്ങളെ താങ്ങി നടത്തണമേ എന്ന് അപേക്ഷിക്കുന്നു കർത്താവെ. എല്ലാവരെയും അനുഗ്രഹിക്കണമേ കർത്താവെ. എല്ലാവരെയും സഹായിക്കണമേ. എല്ലാവർക്കും നല്ലത് മാത്രം വരുത്തണമേ കർത്താവെ. തമ്പുരാൻ നമുക്ക് വലിയവ ചെയ്തിരിക്കുന്നു എന്ന് പറയുവാനും സാക്ഷ്യപ്പെടുത്തുവാനുമുള്ള ആഗ്രഹം ഞങ്ങളിൽ നിറയ്ക്കണമേ എന്ന് അപേക്ഷിക്കുന്ന കർത്താവെ. എല്ലാവരെയും അനുഗ്രഹിക്കണമേ, എല്ലാവരെയും സഹായിക്കണമേ കർത്താവെ. എല്ലാ യേശു തമ്പുരാന്റെ നന്മയ്ക്കായും കൃപയ്ക്കായും പ്രാർത്ഥിക്കുന്നു. എല്ലാം അവിടുന്ന് കേൾക്കുമാറാകണമേ. ആമേൻ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അനുഗ്രഹീതമായ ഈ പകൽക്കാലത്ത് നമുക്ക് വീണ്ടും ഒരിക്കൽ കൂടെ ഇപ്രകാരം കൂടി വരുവാനായിട്ട് ദൈവം സഹായിച്ചതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ ആഴ്ചയിൽ പ്രത്യേകിച്ച് ഓണത്തിൻ്റെതായിട്ടുള്ള തിരക്കുകളും ഒക്കെ ഉണ്ടായിരുന്നത് കൊണ്ട് നമ്മൾ പ്രാർത്ഥന വെച്ചില്ല. എന്നാൽ ഈ ആഴ്ച ഇത്രയും പേർക്ക് കൂടി വരുവാനായിട്ടിടയായതോർത്ത് സ്തോത്രം ചെയ്യുന്നു. സാധാരണ പങ്കെടുക്കുന്നവരെല്ലാവരും ഇല്ല, എനിക്ക് തോന്നുന്നു. സമയം അല്പം കൂടി നേരത്തെ ആക്കിയത് പലരും ശ്രദ്ധിച്ചിട്ടില്ല എന്ന് ചിന്തിക്കുന്നു. അതുകൊണ്ടായിരിക്കാം പലരും ഇതിൽ ഇന്ന് ജോയിൻ ചെയ്യാത്തത് എന്ന് കരുതുന്നു. അതല്ല മറ്റ് സാഹചര്യങ്ങൾ എന്തെങ്കിലും ആണെങ്കിൽ അവരായിരിക്കുന്ന സാഹചര്യങ്ങളിൽ ദൈവം അവരെ കാക്കട്ടെ, അവരുടെ ആവശ്യങ്ങളിൽ ദൈവം കൂടെ ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മൾ ഈ വെള്ളിയാഴ്ച പ്രാർത്ഥനയിൽ തുടർച്ചയായി വേദപുസ്തക സംഭവങ്ങളെ ആസ്പദമാക്കിയുള്ള ആഴമായ ചിന്തകളും പഠനങ്ങളും ഒക്കെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ കുറെ ആഴ്ചകളായിട്ട് കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഉയർപ്പിന് ശേഷമുള്ള പ്രത്യക്ഷപ്പെടലുകളെ ആസ്പദമാക്കിയുള്ള ചിന്തകളാണ് നമ്മൾ നടത്തിക്കൊണ്ടിരുന്നത്. അതിൽ നാലാമത്തെ ഫോർത്ത് അപ്പിയറൻസസിനെ കുറിച്ചാണ് നമ്മളിപ്പോൾ ചിന്തിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായം
21 അധ്യായത്തിൽ പരാമർശിക്കുന്ന, വിശദമാക്കുന്ന, പറഞ്ഞിരിക്കുന്ന യേശുവിൻ്റെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത്. പല പ്രാവശ്യം ഇതിനു മുമ്പും യേശു കർത്താവ് ഈ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ടായിരുന്നെങ്കിലും അവർ വീണ്ടും മറ്റു ഓപ്ഷൻസ് ഒന്നും അവർക്ക് മനസ്സിലായില്ല. യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റു എന്ന യാഥാർത്ഥ്യം അവർ തിരിച്ചറിഞ്ഞിട്ടും they continue in their desperations. അവരുടെ നിരാശകളിൽ, അവരുടെ വ്യാകുലതകളിൽ അവർ തുടർന്നു. അങ്ങനെയാണ് ഇവര് പത്രോസിന്റെ നേതൃത്വത്തിൽ മീൻ പിടിക്കുവാനായിട്ട് പോകുന്നത്. നമ്മൾ അതിന്റെ കോണ്ടെക്സ്റ്റിനെ കുറിച്ചൊക്കെ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞ 2-3 ആഴ്ചകളിലായിട്ട്. നിരാശയില്, ശൂന്യതയില്, ഒന്നുമില്ലായ്മയിലൊക്കെ വളരെ കാര്യമായിട്ടൊക്കെ അധ്വാനിച്ചു. they were all disqualified. അവരൊന്നും സത്യത്തില് ശിഷ്യർ എന്നുള്ള അവരുടെ യോഗ്യതയ്ക്കൊത്തവണ്ണം ആ ഒരു ശിഷ്യരെന്നുള്ള നിലയിൽ അവർ പ്രവർത്തിച്ചില്ല. എങ്കിലും ദൈവം അവരെ ഒന്നും തള്ളിക്കളയാതെ, ദൈവം ഒന്നും അവരെ വിട്ടുകളയാതെ, അവരെ വേണ്ടാന്ന് വയ്ക്കാതെ, കർത്താവ് അവരെ വീണ്ടും വീണ്ടും തേടി ചെല്ലുന്ന, അവരുടെ അയോഗ്യതകളെയും അവിശ്വാസത്തെയും ഒക്കെ വിസ്മരിച്ചുകൊണ്ട്, മറന്നുകൊണ്ട്, അതിനെ ഒന്നും പരിഗണിക്കാതെ, അതിനെ ഒന്നും കണക്കിടാതെ, അതൊരു തടസ്സമായി കാണാതെ കർത്താവ് അവരെ തേടി ചെല്ലുന്ന ഒരു ചിത്രമാണ് നമ്മൾ ആമുഖമായിട്ട് കണ്ടത്. God is always in search for the depressed. അല്ലെ, നിരാശയിലായിരിക്കുന്നവരെ, സങ്കടത്തിലായിരിക്കുന്നവരെ ഒക്കെ തേടി ചെല്ലുന്ന ഒരു ദൈവം നമ്മളെ തേടി വരുന്നതിന് നമ്മുടെ യോഗ്യതകളൊന്നുമല്ല അടിസ്ഥാനം. ദൈവം നമ്മെ അനുഗ്രഹിക്കുന്നതിന് നമ്മുടെ വിശ്വാസമോ, നമ്മുടെ ആത്മീയമായ തീക്ഷ്ണതയോ, നമ്മുടെ സഭാസ്നേഹമോ, നമ്മൾ സഭയ്ക്ക് കൊടുക്കുന്നതോ ഒന്നുമല്ല അതിനുള്ള ഒരു കാരണമോ, അതിനുള്ള ഒരു വ്യവസ്ഥയോ. അതൊന്നും ദൈവം പരിഗണിക്കുന്നില്ല. അതിലൂടെ ഒന്നും നമുക്ക് ദൈവത്തെ സ്വാധീനിക്കാനോ ബ്രൈബ് ചെയ്യാനോ സാധിക്കുന്നില്ല. അതാണ് നമ്മൾ ആ സംഭവവുമായി ബന്ധപ്പെട്ട് ഇതുവരെ ചിന്തിച്ചത്. അതിൻ്റെ ഒരു കോണ്ടെക്സ്റ്റ് അവിടെ വിശദീകരിക്കുകയായിരുന്നു. അവർ രാത്രി മുഴുവൻ അധ്വാനിച്ചു, അവർക്കൊന്നും കിട്ടിയില്ല. നേരം പരപരാന്ന് നേരം വെളുത്തു വരുമ്പോൾ, പ്രഭാതമായി വരുമ്പോൾ നമ്മളവിടെ വായിക്കുന്നത്, യേശു പുലർച്ചെയായപ്പോൾ യേശു കരയിൽ നിന്നിരുന്നു. യേശു ആകുന്നു എന്ന് ശിഷ്യന്മാർ അറിഞ്ഞില്ല. കടൽക്കരയിൽ യേശു കർത്താവ് നിൽപ്പുണ്ടായിരുന്നു പുലർച്ചെയായപ്പോൾ. പക്ഷെ യേശു ആണ് അത് എന്ന് അവർക്കറിയാൻ കഴിഞ്ഞില്ല. ഒരുപക്ഷെ അത്രത്തോളം ഇരുട്ടോ ഒക്കെ ഉണ്ടാവാം. നമ്മൾ ഈ റിസറക്ഷൻ നറേറ്റീവ്സ് വായിക്കുന്ന ഇടങ്ങളിലൊക്കെ ഈ യേശുവിനെ ഒരു സമയം വഴി അവർക്ക് യേശുവിനെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. എമ്മൗസിലേക്ക് പോയ ശിഷ്യന്മാർക്ക് തിരിച്ചറിയാൻ പറ്റിയില്ല. കല്ലറയില് മഗ്ദലക്കാരത്തി മറിയയ്ക്ക് യേശു കർത്താവിനെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. അത് തോട്ടക്കാരനാണെന്ന് കരുതി. ഈ വീടിന്റെ ഉള്ളിൽ യേശു കർത്താവ് പ്രത്യക്ഷപ്പെട്ടപ്പോഴും അവർ ചിലരൊക്കെ സംശയിച്ചു. അപ്പോ അവർക്ക് യേശുവിനെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. എനിക്ക് തോന്നുന്നു ഈ ഒരു കോണ്ടെക്സ്റ്റ്, ഈ ഒരു സാഹചര്യത്തിൽ അതിനൊരു കുറെ കൂടെ ഒരു വാലിഡിറ്റി ഉണ്ട്. കാരണം നേരം വെളുത്തു വരുന്നതേ ഉള്ളൂ, വെട്ടം വീണു വരുന്നതേ ഉള്ളൂ, യേശു കരയിൽ നിൽക്കുന്നു, അവരിപ്പോഴും കടലിനകത്ത് തന്നെ, കടലിന്റെ ഉള്ളിൽ തന്നെ അവര് മീൻ പിടിച്ചുകൊണ്ടിരിക്കുന്നു. സോ ദർ ഈസ് എ ഡിസ്റ്റൻസ്, അകലമുണ്ട്, ഇരുട്ടുണ്ട്, അവർക്ക് യേശുവിനെ അറിയാൻ കഴിഞ്ഞില്ല. സോ ദേ ആർ ജസ്റ്റിഫൈഡ്. അതുവരെ ഉള്ളൊരു വിവരണമാണത്. അവർക്ക് യേശുവിനെ അറിയാൻ കഴിഞ്ഞില്ല. ഒരു പക്ഷെ ആ വിവരണം അങ്ങനെ നമ്മൾ അവസാനിപ്പിച്ചാലും ദാറ്റ് ഈസ് ഓൾസോ ബ്യൂട്ടിഫുൾ. യേശു ആണെന്ന് അവരറിഞ്ഞില്ല. പലപ്പോഴും അതാണ്, നമുക്ക് യേശുവിനെ അറിയാൻ കഴിയുന്നില്ല, യേശുവിനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല, യേശുവിനെ നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ല. ഒരുപക്ഷെ
നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ, ആത്മീയ ജീവിതത്തിൽ, സഭാ ജീവിതത്തിലൊക്കെ നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധിയാവാം അത്. We cannot recognize Jesus. We fail to identify Jesus. Though he is very close to us, very near to us, he is with us, but we fail to recognize him, identify him. നമ്മൾ യേശുവിനെ തിരിച്ചറിയുന്നില്ല അടുത്തുണ്ടായിട്ട്. അതൊരു പക്ഷേ നമ്മുടെ ഒക്കെയുള്ള ജീവിതത്തിന് ഒരു വലിയ പരാജയമാവാം. യേശുവിനെ, ദൈവത്തെ നമുക്കറിയാൻ കഴിയാതെ പോകുന്നത്. പിന്നെ നമ്മൾ 5-ാമത്തെ വാക്യത്തിൽ കാണുന്നത്, യേശു അവരോട്, കുഞ്ഞുങ്ങളെ കൂട്ടുവാൻ വല്ലതുമുണ്ടോ എന്ന് ചോദിച്ചു. ചിൽഡ്രൻ, യു ഡോണ്ട് ഹാവ് എനി ഫിഷ്, ഡു യു? കുഞ്ഞുങ്ങളെ കൂട്ടുവാൻ വല്ലതുമുണ്ടോ? യേശു കർത്താവ് അവരോട് ചോദിക്കുകയാണ്. ദിസ് ഈസ് ദ ഫസ്റ്റ് time that we see Jesus asking, Jesus voicing himself to the disciples. യേശു തന്റെ ശബ്ദം അവരെ കേൾപ്പിക്കുന്നു. He is enquiring. യേശു കർത്താവ് അവരോട് ചോദിക്കുന്നു. അവരുടെ സിറ്റുവേഷനെ കുറിച്ച്, അവരുടെ അധ്വാനത്തെ കുറിച്ച്, അവർ ചെയ്യുന്ന പ്രവൃത്തിയെ കുറിച്ചൊക്കെ വിലയിരുത്തുന്ന ഒരു ചോദ്യം. അവർ മീൻ പിടിക്കാനാണല്ലോ പോയത്. രാത്രി മുഴുവൻ അവർ മീൻ പിടിക്കുകയുമായിരുന്നു. പക്ഷെ അതിനു മുമ്പ് തന്നെ നമ്മളോട് പറയുന്നുണ്ട് യോഹന്നാൻ സുവിശേഷകാരൻ, രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും അവർക്കൊന്നും കിട്ടിയില്ല. യോഹന്നാൻ നമ്മളോട് നേരത്തെ തന്നെ അഡ്വാൻസ് ആയിട്ട് പറയുന്നു. അപ്പോൾ ആ ഒരു പശ്ചാത്തലത്തിലാണ്, അവർക്കൊന്നും കിട്ടാത്തൊരു പശ്ചാത്തലത്തിൽ, ഒന്നും അവർക്ക് മത്സ്യമൊന്നും ലഭിക്കാത്തൊരു പശ്ചാത്തലത്തിൽ, വെറുതെയുള്ള അധ്വാനിച്ചിട്ടും, രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഒന്നും ലഭിക്കാത്ത ഒരു സാഹചര്യത്തിൽ യേശു അവരോട് ചോദിക്കുന്നു, കുഞ്ഞുങ്ങളെ കൂട്ടുവാൻ വല്ലതുമുണ്ടോ? ഇതൊരു മലയാള പ്രയോഗമാണ്. ഡു യു ഹാവ് എനി ഫിഷ്? ഡോണ്ട് യു ഹാവ് എനി ഫിഷ്? നിങ്ങൾക്ക് മീനൊന്നും ഇല്ലേ? മലയാളത്തിൽ അങ്ങനെ ഒരു ചോദ്യം ഉണ്ടല്ലേ, മീനൊന്നും ഇല്ലേ? നമ്മുടെ നാട്ടിലൊക്കെ പണ്ടമ്മച്ചിമാര്, മീൻകാരന്മാര് വീടിന് മുമ്പിൽ കൂടെ പോകുമ്പം ഇന്ന് മീനൊന്നും ഇല്ലേ ചോദിക്കുന്ന അതാണ്. മീൻ വല്ലതും ഉണ്ടോ? മീൻകാരൻ വന്നാലും നമ്മൾ അങ്ങനെയാ ചോദിക്കുന്നത്, മീൻ വല്ലതും ഉണ്ടോ? മീനൊന്നും ഇല്ലേ? മീൻകാരൻ വീടിന്റെ വാതൊക്കെ വരുമ്പോ നമുക്കറിയാം മീനുണ്ടാവും. എന്നാലും നമ്മുടെ ചോദ്യം മീനൊന്നും ഇല്ലേ, മീൻ വല്ലതും ഉണ്ടോ എന്നാണ്. ഒരുപക്ഷെ അതൊരു കൺവെൻഷണൽ ചോദ്യമായിട്ട് വേണമെങ്കിൽ നമുക്ക് കാണാം. ഒരു സാധാരണ മീൻ പിടിക്കാൻ പോയിട്ട് തിരിച്ചു വരുന്ന മത്സ്യബന്ധനത്തിലുള്ളവരോട്, മീൻപിടുത്തക്കാരോട്, കൂടി നിൽക്കുന്നവര്, കരയിൽ നിൽക്കുന്നവരൊക്കെ ചോദിക്കുമായിരിക്കും, മീനൊന്നും ഇല്ലേ, എന്തോ മീനുണ്ട് അല്ലെ, അങ്ങനെ ചോദിക്കുമായിരിക്കും, എന്തോ മീനുണ്ട്. അപ്പൊ അത് മീനില്ല എന്നുള്ള തിരിച്ചറിവിന്റെ ചോദ്യമല്ല, ആകണമെന്നില്ല. എന്താണുള്ളത് നിങ്ങളുടെ കയ്യിൽ എന്നുള്ള അറിയാനുള്ള ആഗ്രഹത്തിന്റെ ഒരു ചോദ്യമാണ്. അതല്ലാതെ യോഹന്നാൻ നമ്മളോട് നേരത്തെ പറയുന്നത് പോലെ മീനൊന്നും ഇല്ല എന്നറിഞ്ഞുകൊണ്ട് ആണോ യേശു ചോദിക്കുന്നത് എന്ന് നമുക്ക് തീർച്ചപ്പെടുത്താൻ ഒക്കത്തില്ല. പക്ഷെ ഡോണ്ട് യു ഹാവ് എനി ഫിഷ്, നിങ്ങൾക്ക് മീനൊന്നും ഇല്ല അല്ലേ എന്നാണ് ഇംഗ്ലീഷിന്റെ അതിന്റെ ശരിയായ പരിഭാഷയിലേക്ക് പോകുമ്പോൾ. അതും വേണമെങ്കിൽ നമുക്ക് അതിനെ ഒരു കൾച്ചറൽ ടോണിൽ വേണം മനസ്സിലാക്കാം. നമ്മളും അങ്ങനെയാണല്ലോ, ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, അങ്ങനെയാണ്. മീൻ വല്ലതും ഉണ്ടോ, മീനൊന്നുമില്ലേ എന്ന് പറഞ്ഞാൽ മീൻ ഇല്ലാത്തത് കൊണ്ടോ മീനുള്ളൂ എന്നല്ല. സി, ദാറ്റ് ഈസ് ഹൗ വി ആസ്ക്, വി ക്വസ്റ്റ്യൻ. യേശു കർത്താവ് അവരോട് സംസാരിച്ചു തുടങ്ങുകയാണ്. ഒരു ചോദ്യത്തിലൂടെയാണ് യേശു കർത്താവ് അവരോട് സംസാരിക്കുന്നത്. അല്ല, ഈ ഒരു സംഭവത്തിന്റെ മുഴുവനുള്ള ഒരു വലിയൊരു മാറ്റം, ഒരു വലിയൊരു ചേഞ്ച് ആരംഭിക്കുന്നത് ഈ ഒരു ചോദ്യത്തിൽ നിന്നാണ്. The real change in this narrative begins with this question from Jesus. യേശുവിൽ നിന്നുള്ള ഈ ചോദ്യത്തോടു കൂടിയാണ് ഈ ഒരു വിവരണത്തിനകത്ത്, ഈ വിവരണത്തില് മാറ്റം ഉണ്ടാകുന്നത്. This narrative is begin to change. അതുവരെ അതുവരെ തുടർന്നു വന്ന ഒരു ക്രമത്തിൽ നിന്ന് ഒരു പുതിയ ക്രമത്തിലേക്ക് മാറുന്നു. പുതിയ ചില കാര്യങ്ങളൊക്കെ അവിടെ സംഭവിക്കുന്നു.
സംതിങ് ന്യൂ ഈസ് ഹാപ്പനിങ് വിത്ത് ദിസ് ക്വസ്റ്റ്യൻ. യേശു കർത്താവിന്റെ ഈ ചോദ്യത്തോടു കൂടിയാണ് ചില പുതിയതൊക്കെ ആരംഭിക്കുന്നത്. യേശു കർത്താവ് ശിഷ്യന്മാരോട് ചോദിക്കുന്നത് പോലെ നമ്മളോടും ചിലപ്പോഴെങ്കിലും ഒക്കെ ചോദിക്കുന്നുണ്ട്. ഹി ഈസ് ഓൾവേസ് സംടൈംസ് ആസ്കിങ് us ഓൾസോ. നിങ്ങളുടെ കയ്യിൽ എന്തുണ്ട് എന്ന് ചോദിക്കുന്നില്ലേ? യേശു കർത്താവ് അവരോടും ചോദിക്കുക, നിങ്ങൾ രാത്രി മുഴുവൻ അധ്വാനിച്ചല്ലോ, നിങ്ങൾ വലിയ എക്സ്പേർട്ട് ആണല്ലോ, എല്ലാം ചെയ്തില്ലേ, വാട്ട് ഡു യു ഹാവ്? എന്തുണ്ട്? ഇതൊരു വലിയ സങ്കടപ്പെടുത്തുന്ന ചോദ്യമാണ്, പ്രത്യേകിച്ച് ശിഷ്യന്മാരെ സംബന്ധിച്ച്. ഒന്ന് അവര് രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടൊന്നും കിട്ടാത്തതിന്റെ ഒരു നിരാശയുണ്ടല്ലോ. ബിക്കോസ് ദേ വേർ ഫെയിലിയേഴ്സ് ആസ് ഡിസൈപ്പിൾസ്. അവിടെ അവർ തോറ്റു. അത് കഴിഞ്ഞപ്പോൾ അവർക്കറിയാവുന്ന, ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാവുന്നത് എന്ന് അവർക്ക് തോന്നിയ ഒരു തൊഴിലിലേക്ക് അവർ പോയി, മീൻ പിടിക്കാൻ. അവിടെയും അവര് ഒരു തോറ്റ അവസ്ഥ, എല്ലാ അർത്ഥത്തിലും തോറ്റുപോയ ശിഷ്യര്. അപ്പോൾ അവരുടെ തോൽവിയെ ചൂണ്ടിക്കാണിക്കുന്ന, അവരുടെ തോൽവിയെ ഹൈലൈറ്റ് ചെയ്യുന്ന ചോദ്യമാണ് യേശു വീണ്ടും ചോദിക്കുന്നത്. അവരെന്താണോ, അവര് ഏതും നിരാശയിലൂടെയാണോ, നിരാശയുടെ മാനസികാവസ്ഥയിലൂടെയാണോ കടന്നു പോകുന്നത്, അതിനെ കൂടുതൽ വെളിപ്പെടുത്തുന്ന ഒരു ചോദ്യമാണ് ചോദിക്കുന്നത്. ഇല്ല എന്ന ഉത്തരം, അല്ലെ? ഇല്ല എന്ന ഉത്തരം പറയാൻ അവർക്ക് അത്ര സന്തോഷമൊന്നുമില്ല. They are not very happy to say no, we don't have any fish. ഒരു രാത്രി മുഴുവൻ അധ്വാനിച്ച ഒരു മുക്കുവൻ രാവിലെ ആ ഉത്തരവുമായിട്ടല്ലല്ലോ അവര് വരാൻ ഉദ്ദേശിക്കുന്നത്. ഉണ്ട്, മീനുണ്ട്, എന്താണ് നിങ്ങൾക്ക് വേണ്ടത്, എല്ലാ മീനും ഉണ്ട് എന്ന ഉത്തരം പറയാനാണ് അവർക്ക് ഇഷ്ടം. നമ്മൾ ഏതൊരു കാര്യവും ചെയ്യുമ്പോഴും നമ്മൾ എന്താണോ, എന്തിനു വേണ്ടിയിട്ടാണോ അധ്വാനിക്കുന്നത്, ഏത് കാര്യമാണോ ചെയ്യുന്നത്, ആ കാര്യം നേടി എന്ന് പറയാനാണ് നമുക്കിഷ്ടം. മറിച്ച് നേടിയില്ല, ഞാൻ വെറുതെ അധ്വാനിക്കുകയായിരുന്നു, ഇത്രയൊക്കെ കഷ്ടപ്പെട്ടിട്ട് എനിക്കൊന്നും നേടാൻ പറ്റിയില്ല, അങ്ങനെ ഒരു ഉത്തരം നമ്മുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒക്കെ പറയേണ്ടി വരുന്ന സാഹചര്യമാണ് ഏറ്റവും നിരാശാജനകം. അത് ഒരു മനഃശാസ്ത്രപരമായ പ്രശ്നമാണ്, ഒരു മാനസിക പ്രശ്നമാണ്. ഇറ്റ് ഈസ് എ മെന്റൽ സിറ്റുവേഷൻ, ഇറ്റ് ഈസ് എ സൈക്കോളജിക്കൽ ഇഷ്യൂ ടു അക്സെപ്റ്റ് ഇൻ പബ്ലിക് ദാറ്റ് വി ഡിഡ് നോട്ട് സക്സീഡ്. നമ്മൾ വിജയിച്ചില്ല, നമ്മൾ നേടിയില്ല എന്ന് പരസ്യമായി പറയേണ്ടി വരുന്ന ഒരു സാഹചര്യം, അത് നമ്മളിൽ ഉണ്ടാക്കുന്ന വിഷമം ചെറുതല്ല. അതുകൊണ്ട് യേശു കർത്താവ് ശിഷ്യന്മാരോട് ചോദിക്കുന്നു, എന്തുണ്ട് നിങ്ങളുടെ കയ്യിൽ? This is a question that forced them to look beyond the empty boat to himself, to themselves, അല്ലേ? ഒഴിഞ്ഞു കിടന്ന വള്ളത്തിനും ബോട്ടിനും അപ്പുറത്തേക്ക് അവരിലേക്ക് തന്നെ നോക്കാൻ അവരെ പ്രേരിപ്പിക്കുന്ന ഒരു ചോദ്യം. This question is not intended to their catch of fish. This question is intended to them. അവരെ ഉദ്ദേശിച്ച് യേശു ചോദിക്കുന്നത്, കുഞ്ഞുങ്ങളെ, എന്തെങ്കിലും ഉണ്ടോ? Did you succeed in your hard work? നിങ്ങളുടെ കഠിനാധ്വാനത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും നേടാൻ പറ്റിയോ? So this is a difficult situation when we have a negative answer
നമുക്ക് ഇല്ല എന്ന് ഉത്തരം പറയേണ്ട സാഹചര്യമാണെങ്കിൽ അതൊരു വലിയ സംഘർഷമാണ്, അതൊരു വലിയ പരാജയമാണ്, ഒരു വലിയ നാണക്കേടാണ്. നമ്മള് ഇല്ലാത്തത് ഉണ്ടെന്ന് കാണിക്കാൻ നമുക്ക് വലിയ ഇഷ്ടമാണ്, എക്സ്പെർട്ടാണ്. We mislead people, അല്ലെ, സൊസൈറ്റി, in our pretensions. നമ്മുടെ നമ്മുടെ അഭിനയങ്ങളിൽ പ്രിറ്റൻഡ് ചെയ്ത് നമ്മൾ ആളുകളെ തെറ്റിക്കും. ഇല്ലാത്തതൊക്കെ ഉണ്ടെന്ന് നമ്മൾ പറയും. വള്ളം ശൂന്യമാണെങ്കിലും ഒന്നും പിടിച്ചില്ലെങ്കിലും നമ്മൾ പറയും ഉണ്ടല്ലോ, എല്ലാം ഉണ്ടല്ലോ പറയും. എന്താ വേണ്ടതെന്ന് ചോദിക്കും. നമ്മൾ അങ്ങനെയാ രക്ഷപ്പെട്ടു പോകുന്നത്. നമ്മുടെയൊക്കെ വിശ്വാസ ജീവിതത്തിന്റെ, ആത്മീയ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ദുരന്തം അതാണ്. നമ്മളിലേക്ക് തന്നെ ഒന്ന് തിരിഞ്ഞു നോക്കാനായിട്ട് നമുക്ക് പറ്റണം. വാട്ട് ആർ വി? ഹൗ ആം ഐ? ഞാൻ എങ്ങനെയാണ്? എന്താണ്? എന്റെ ജീവിതത്തിൽ എന്താണുള്ളത്? Where did I succeed? എവിടെ ഞാൻ നേട്ടങ്ങൾ ഉണ്ടാക്കി? എന്താണ് ഞാൻ കർത്താവിന് വേണ്ടി നേടിയത്? എന്താണ് എനിക്ക് കർത്താവിന് വേണ്ടി കൊടുക്കാനുള്ളത്? ചോദ്യങ്ങൾ വളരെ ഗൗരവമേറിയതാണ്. So you cannot do away with the questions. And if we do away with the questions, then we don't grow. നമ്മള് നേരെയാകില്ല, നമ്മൾ വളരില്ല, നന്നാവില്ല ചോദ്യങ്ങൾ ഒഴിവാക്കിയാൽ. യേശു കർത്താവ് അവരോട് ചോദിക്കുന്നത് അത്തരത്തിലുള്ള ഒരു ചോദ്യമാണ്. So that they may become better in their life. പക്ഷെ അതുകൊണ്ട് ഈ കാലഘട്ടത്തില് നമ്മളിലേക്ക് തന്നെ നോക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന, നിർബന്ധിക്കുന്ന ചില ചോദ്യങ്ങൾ യേശു കർത്താവ് ചോദിക്കുന്നുണ്ട്. വേദപുസ്തകത്തിൽ അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ആദാമിനോട് ദൈവം ചോദിക്കുന്നതും അത് തന്നെയാണ്. വേർ ആർ യു? ആദാമേ, നീ എവിടെയാണ്? അല്ലെ, ഒരുപാട് ചോദ്യങ്ങളുണ്ട് യേശുവിന്. ദൈവത്തിന് തന്നെ ചോദ്യമുണ്ട്. സെക്കൻഡ് ജനറേഷനോട് ചോദിക്കുന്നത്, കായീനോട് ദൈവം ചോദിക്കുന്നത് വേർ ഈസ് യുവർ ബ്രദർ എന്നാണ്. നിന്റെ സഹോദരൻ എവിടെയാണെന്നാണ്. നിങ്ങൾക്ക് എത്ര അപ്പമുണ്ട്? യേശു ചോദിക്കുന്നുണ്ട്. മറ്റുള്ളവർ എന്നെ ആർ എന്ന് പറയുന്നു, നിങ്ങൾ എന്നെ ആർ എന്ന് പറയുന്നു. ചോദ്യമാണ്. സ്വന്തം അമ്മയോട് യേശു കർത്താവ് ചോദിക്കുന്നത്, സ്ത്രീ, എനിക്കും നിനക്കും തമ്മിൽ എന്ത്? ചോദ്യമാണെന്നല്ലോ പ്രശ്നം, അല്ലേ? നമുക്ക് ചോദ്യങ്ങള് പേടിയാണെങ്കിൽ അതൊരു പ്രോബ്ലമാണ്. Questions will make us better persons. ചോദ്യങ്ങൾ. ചിലർക്കൊരു പ്രശ്നമുണ്ട്, ചോദ്യങ്ങളേ ഉള്ളൂ. യേശുവിന്റെ സവിശേഷത എന്ന് ചോദിച്ചാൽ he questions and he help us to find answers. യേശു ചോദ്യം ചോദിക്കുകയും ആ ചോദ്യത്തിനുള്ള ഉത്തരം യേശു തരികയും ചെയ്യും എന്നുള്ളതാണ്. There is always difference. സാത്താന്റെയും ചോദ്യം അതാണല്ലോ. സാത്താനും ഏദൻ തോട്ടത്തിൽ ചെന്ന് അവരോട് ചോദിച്ചു, ഈ പഴം തിന്നരുതെന്ന് ദൈവം നിങ്ങളോട് സത്യമായി പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടോ? പീലാത്തോസ് യേശു കർത്താവിനോട് ചോദിക്കുന്നത് തന്നെയാണ്. എന്താണ് സത്യം? ആർ യു ദ ക്രൈസ്റ്റ്? നീ ക്രിസ്തു ആണോ? എന്താണ് സത്യം? യഹൂദന്മാരും പരീശന്മാരും ഒക്കെ വന്ന് യേശുവിനോട് ചോദിച്ച ചോദ്യം, യോഹന്നാനോട് ചോദിച്ച ചോദ്യം, ആർ യു ദ ക്രൈസ്റ്റ്? നീ എന്ത് അധികാരത്തിൽ ഇതൊക്കെ ചെയ്യുന്നേ?
Some people will have only questions, they don't have answers. But കർത്താവിന് ചോദ്യം മാത്രമല്ല, ഉത്തരങ്ങളിലേക്ക് എത്തിക്കുവാനായിട്ട് കർത്താവിന് കഴിവുണ്ട്. Christ will take us to the answers. He is not only challenging us with the questions, he will help us. He will direct us to find, to reach to the answers. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ദൈവജനമേ, നാളുകളിൽ നമുക്ക് നമ്മളിലേക്ക് തന്നെ ഒന്ന് തിരിഞ്ഞു നോക്കാനായിട്ട് നമുക്ക് പറ്റണം. നമ്മുടെ ഉള്ളിലേക്ക് ഒന്ന് നോക്കാനായിട്ട് പറ്റണം. വാട്ട് ഡു ഐ ഹാവ്? എനിക്ക് എന്തുണ്ട്? ഞാന് ശുശ്രൂഷയില്, സഭയില്, വിശ്വാസ ജീവിതത്തില് എന്ത് കൊടുക്കാനുണ്ട്? എന്ത് ഏൽപ്പിക്കാനുണ്ട്? ഒരു പാട്ടുണ്ടല്ലോ, വെറും കൈയായി ഞാൻ ചെല്ലുമോ രക്ഷകൻ മുൻപിൽ നിൽപ്പാൻ, ഒറ്റ നാളിൻ സേവ പോലും കാഴ്ചവെക്കാതെ മുൻപിൽ. പാട്ടുകാരനും നമ്മളോട് ചോദിക്കുന്നത് തന്നെയാണ്. കർത്താവിന്റെ സന്നിധിയിൽ ചെല്ലുമ്പോ എന്തുണ്ട്? ഇത് കഴിഞ്ഞ് യേശു കർത്താവ് ശിമോൻ പത്രോസിനോട് 3 പ്രാവശ്യം ചോദിക്കുന്നുണ്ട്, യോഹന്നാന്റെ മകനായ ശിമോനെ, നീ ഇവയിലധികമായി എന്നെ സ്നേഹിക്കുന്നുണ്ടോ? ആ ചോദ്യമാണ് വലിയ നിയോഗത്തിലേക്ക് ശിഷ്യരെ എത്തിച്ചത്. കർത്താവായ യേശുക്രിസ്തുവിന്റെ ആ ചോദ്യമാണ് പത്രോസിനെ വിശ്വാസത്തിൽ ഉറപ്പിച്ചത്. നമ്മുടെ വിശ്വാസത്തിൽ നമ്മളെ ഉറപ്പിക്കുന്ന ചോദ്യങ്ങൾ, നമ്മളെ തന്നെ മനസ്സിലാക്കാൻ നമ്മളെ സഹായിക്കുന്ന ചോദ്യങ്ങൾ. ഈ പകൽക്കാലം നമുക്ക് കർത്താവിനോടൊപ്പം, കർത്താവ് നമ്മളോട് ചോദിക്കുമ്പോൾ, കർത്താവ് നമ്മൾ ചോദിക്കുന്നത് പോലെ നമുക്ക് നമ്മളിലേക്കൊന്ന് തിരിഞ്ഞു നോക്കാനായിട്ട് സാധിക്കും. Can we evaluate ourselves? Can we audit ourselves? നമ്മളുടെ വ്യക്തി ജീവിതത്തെ, നമ്മുടെ വിശ്വാസ ജീവിതത്തെ നമുക്കൊന്ന് വിലയിരുത്താൻ പറ്റുമോ? എന്തുണ്ട് എനിക്ക് വിശ്വാസ ജീവിതത്തിൽ അവകാശപ്പെടാൻ? എന്തുണ്ട്? How did I progress in my faith? ആത്മീയ ജീവിതത്തിൽ നമ്മൾ എത്രമാത്രം മറ്റുള്ളവർക്ക് പ്രയോജനകരമായി തീർന്നിട്ടുണ്ട്? എത്രമാത്രം വിശ്വാസ ജീവിതത്തിൽ വളർന്നിട്ടുണ്ട്? ദൈവം നമ്മളെ ഏൽപ്പിക്കുന്ന ചുമതലകൾ എത്രത്തോളം നന്നായി ചെയ്തിട്ടുണ്ട്? അതൊന്ന് വിലയിരുത്താനായിട്ട് നമുക്ക് സാധിക്കും. ആ വിലയിരുത്തലുകൾക്ക് നമ്മളെ പ്രേരിപ്പിക്കുന്ന ചോദ്യങ്ങളാണ് യേശു കർത്താവ് നമ്മളോട് ചോദിക്കുന്നത്. കുഞ്ഞുങ്ങളെ, എന്തുണ്ട്? നമ്മൾ എവിടെയാണ്? നമ്മുടെ കുടുംബം എവിടെയാണ്? കുഞ്ഞുങ്ങൾ എവിടെയാണ്? നമ്മുടെ വിശ്വാസം എവിടെയാണ്? ദൈവവുമായിട്ടുള്ള നമ്മുടെ ബന്ധം, സഭയുമായിട്ടുള്ള നമ്മുടെ കമ്മിറ്റ്മെന്റ് എവിടെയാണ്? അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ ദൈവജനമേ, നമുക്ക് ആ ശബ്ദം കേൾക്കാം, ആ ചോദ്യം കേൾക്കാം കർത്താവിന്റെ. കുഞ്ഞുങ്ങളെ, എന്തുണ്ട് എനിക്ക് തരാൻ? എന്റെ കയ്യിൽ ഏൽപ്പിക്കാൻ നിങ്ങളുടെ കയ്യിൽ എന്തുണ്ട്? നമ്മുടെ ജീവിതങ്ങളെ തിരിഞ്ഞു നോക്കുമ്പോൾ അഭിമാനത്തോടുകൂടെ യേശു കർത്താവ് ഈ വലിയ പെരുത്ത മീൻകൂട്ടമൊക്കെ കിട്ടിക്കഴിയുമ്പോൾ അവരോട് പറയുന്നുണ്ട്, ബ്രിങ് മീ സംതിങ് ഫ്രഷ്. അവിടെ മീനൊക്കെ അപ്പമൊക്കെ ഉണ്ടാക്കി അവിടെ പ്രാതൽ ഒരുക്കി വെച്ചിട്ട് യേശു പറയുന്നുണ്ട്, ബ്രിങ് മീ സംതിങ് ഫ്രഷ്, ബ്രിങ് മീ സംതിങ് ഫ്രഷ്. അല്ലെ? ആ ഭാഗത്തേക്ക് നമ്മൾ തുടർന്നു വരാം. ഇപ്പോഴും നമ്മൾ ഒഴിഞ്ഞ കൈയുമായിട്ടാണോ നിൽക്കുന്നത്? ഒഴിഞ്ഞ ജീവിതങ്ങളുമായിട്ടാണോ നമ്മൾ നിൽക്കുന്നത്? കർത്താവിന്റെ മുൻപിൽ, ശുശ്രൂഷയുടെ മുൻപിൽ നമുക്ക് നമ്മെ തന്നെ ഒന്ന് വിലയിരുത്താം.
ആ ബാലകനെ പോലെ നിങ്ങളുടെ കയ്യിൽ, നിങ്ങളുടെ പക്കൽ എത്ര അപ്പമുണ്ട് എന്ന് ചോദിച്ചപ്പോൾ ആ ചെറുബാലകൻ 5 അപ്പവും 2 മീനും കൊടുത്തതുപോലെ അല്പമായിട്ടുള്ളതാണെങ്കിലും കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുവാൻ നമുക്ക് എന്തുണ്ട്? നമ്മുടെ താലന്തുകൾ, നമ്മുടെ കഴിവുകൾ. അതൊരു വലിയ ചോദ്യമാണ്. എന്നെ കൊണ്ട് ഇത് പറ്റും. ഐ ക്യാൻ ഡു ദിസ്, ഐ വിൽ ഡു ഇറ്റ്. ഐ ക്യാൻ ഓഫർ ദിസ് ആൻഡ് ഐ വിൽ ഓഫർ ദിസ്. അങ്ങനെ പറയാൻ, മനസ്സോടുകൂടെ പറയാൻ, ധൈര്യത്തോടുകൂടെ പറയാൻ നമ്മുടെ വിശ്വാസ ജീവിതം നമ്മളെ ബലപ്പെടുത്തണം, ശക്തീകരിക്കണം. നമ്മളിലേക്ക് നമുക്കൊന്ന് തിരിഞ്ഞു നോക്കാം. നമ്മുടെ ബലഹീനതകളെയും നമ്മുടെ വീഴ്ചകളെയും നമുക്ക് ഓർക്കാം. കർത്താവേ, എന്റെ ബലഹീനതയിൽ, എന്റെ ഒഴിഞ്ഞ അവസ്ഥയിൽ, ഒന്നുമില്ലായ്മയിൽ നീ എന്റെ പടകിനെ നിറയ്ക്കണമേ, എന്റെ ജീവിതത്തെ അനുഗ്രഹിക്കണമേ. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ ഈ പകൽക്കാലത്തിനായി ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. കർത്താവ്, ഈ ആഴ്ചയിലും ഞങ്ങൾക്ക് ഒരുമിച്ച് പ്രാർത്ഥനയോടുകൂടെ അങ്ങയുടെ സന്നിധിയിലായിരിക്കാൻ അങ്ങ് സഹായിച്ചതിനായിട്ട് സ്തോത്രം. കർത്താവെ, ഇന്ന് ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകിയ എല്ലാവരെയും ഞങ്ങൾ ഓർക്കുന്നു. എൻ്റെ കുഞ്ഞുങ്ങളെയൊക്കെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. ഇതിൽ പങ്കെടുക്കുന്ന പ്രിയപ്പെട്ടവരെ എല്ലാവരെയും പേരുപേരായ തിരുസന്നിധിയിലേക്ക് ഏൽപ്പിക്കുന്നു. അവര് ആയിരിക്കുന്ന ജീവിത അവസ്ഥകള്, സാഹചര്യങ്ങളെല്ലാം ഞങ്ങൾ ഓർക്കുന്നു. കർത്താവെ, ദൈവമേ, അവരുടെ ജീവിതത്തിന്റെ ബലഹീനതകളിലും പ്രയാസങ്ങളിലും ഒക്കെ അവിടുന്ന് തുണയായിരിക്കണമേ. ശാരീരികമായ പ്രയാസങ്ങളാൽ, രോഗാവസ്ഥകളാൽ ഭാരപ്പെടുന്ന, പ്രയാസപ്പെടുന്നവരെ അവിടുന്ന് കർത്താവെ സന്ദർശിക്കണമേ. അവരുടെ രോഗക്കിടക്കെ അവിടുന്ന് മാറ്റിവിട്ടിരിക്കണമേ. രോഗത്തിൽ നിന്നൊക്കെ വിടുതൽ കൊടുക്കണമേ. അവിടുത്തെ സ്നേഹത്താൽ, കരുണയാൽ അവിടുന്ന് നിറയ്ക്കണമേ. കർത്താവെ, അവരെ ശുശ്രൂഷിക്കുന്നവരെ, കരുതുന്നവരെ ഒക്കെ അവിടുന്ന് ബലപ്പെടുത്തണമേ. കർത്താവെ, അവരുടെ ശുശ്രൂഷകൾ നല്ല മനസ്സോടെ നിർവഹിപ്പാൻ അവരെ സഹായിക്കണമേ. കർത്താവെ, മറ്റു പലവിധമായ പ്രയാസങ്ങളാൽ ഭാരപ്പെടുന്ന, സങ്കടപ്പെടുന്ന പ്രിയപ്പെട്ടവരെ ഞങ്ങൾ ഓർക്കുന്നു. നിന്റെ കുഞ്ഞുങ്ങളുടെ പ്രയാസങ്ങളും വിഷമങ്ങളും സങ്കടങ്ങളും ഒക്കെ അവിടുന്ന് അറിയുന്നല്ലോ. കർത്താവെ, അവരെ അവിടുന്ന് ആശ്വസിപ്പിക്കണമേ. അവരെ അവിടുന്ന് ബലപ്പെടുത്തണമേ, അനുഗ്രഹിക്കണമേ. അവരുടെ ആഗ്രഹങ്ങളെ അവിടുന്ന് കർത്താവെ അറിയണമേ, അതിനെ നിറവേറ്റണമേ. ദൈവമേ, ഒരു നല്ല ആഴ്ചക്കാലം കൊണ്ട് നൽകിയതിനായിട്ട് സ്തോത്രം. കർത്താവെ, ഒരു പുതിയ ആഴ്ചയിലേക്ക് ഞങ്ങളെ പ്രവേശിക്കുമ്പോൾ ആരാധനയോടെ, സാക്ഷ്യത്തോടെ പ്രവേശിപ്പാൻ സഹായിക്കണമേ. ഞങ്ങൾക്കുള്ളത് നിനക്ക് സമർപ്പിക്കുവാൻ കർത്താവെ, ഞങ്ങളുടെ ജീവിതം നിന്നാൽ വാഴ്ത്തപ്പെട്ട്, നുറുക്കപ്പെട്ട്, പകരപ്പെട്ട ജീവിതമായി തീരുവാൻ അവിടുന്ന് ഇടയാക്കണമേ. തിരുകൃപ കൂടെ ഇരിക്കണം. യേശുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ, ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ. തിരുരാജ്യം വരണമേ. തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും ദോഷങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിൽ പ്രവേശിപ്പിക്കാതെ ദുഷ്ടങ്ങൾ ഞങ്ങളെ വിടുവിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങേക്കുള്ളതാകുന്നു. ആമേൻ. നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ കൃപയും ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും നമ്മെല്ലാവരോടും, നാം ഓർത്ത് പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളോടും, പ്രത്യേകിച്ച് രോഗാവസ്ഥയിലും ക്ഷീണാവസ്ഥയിലും ആയിരിക്കുന്ന നമ്മുടെ പ്രാർത്ഥനയും കരുണയും ശുശ്രൂഷയും ആവശ്യമുള്ള എല്ലാം നമ്മുടെ പ്രിയപ്പെട്ടവരോടുകൂടി എല്ലായ്പ്പോഴും വസിക്കുമാറാകട്ടെ. ആമേൻ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്നത്തെ പ്രാർത്ഥനയിൽ പങ്കെടുത്ത നിങ്ങൾ എല്ലാവരോടുമുള്ള നന്ദി പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. പാട്ടുകൾക്ക് നേതൃത്വം നൽകിയ സുജിയോടും സങ്കീർത്തനം വായിച്ച സുഷ ആന്റിയോടും പ്രാർത്ഥനയിൽ നമ്മളെ നയിച്ച ചാച്ചമ്മ ആന്റിയോടുമുള്ള പ്രത്യേക നന്ദി അറിയിക്കുന്നു. അടുത്ത വെള്ളിയാഴ്ചത്തെ പ്രാർത്ഥനയിൽ പാട്ട് പാടുന്നത് ആരാണ്? അച്ഛാ, ഞാൻ പാട്ട് പാടാം. ആ പേര് പറയാമോ? ജെസ്സി ജോസഫ്, ഭോപ്പാൽ. ഓക്കെ 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 ജെസ്സി ആന്റി. ഓക്കെ, ഭോപ്പാൽ. ഓക്കെ ആന്റി. ഓക്കെ.
പാട്ട് ഓക്കെ. സങ്കീർത്തനം 53, സാം 53. ഞാൻ വായിക്കാച്ച. പേര് ചാച്ചിയമ്മ. ഓക്കെ, ചാച്ചമ്മേന്റെ. ഓക്കെ, ഞാൻ മൊബൈൽ ആയതുകൊണ്ട് എനിക്ക് ശരിക്കും ആരും അൺമ്യൂട്ട് ആയിരുന്നു കാണത്തില്ല. പ്രയറിനാണ് സമയം എടുക്കുന്നത്. ആരെങ്കിലും പറയാൻ എളുപ്പം പറഞ്ഞേട്ടെ. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ അങ്ങോട്ട് പറയായിരുന്നു ആരുടെയോ പേര്, ചാച്ചമ്മേന്റെ പേര്. പറഞ്ഞാട്ടെ. ഞാൻ പ്രാർത്ഥിക്കാം. സുജ. ഓക്കെ, ഓക്കെ, താങ്ക് യു. എല്ലാവരോടുമുള്ള നന്ദി അറിയിക്കുന്നു. ദൈവം നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. സൺഡേ കാണാം. താങ്ക് യു അച്ഛൻ. താങ്ക് യു അച്ഛൻ. Thank you. Bye, Acha.